ലാൽ സലാം. പക്ഷേ ഈ സലാം ഇപ്പോൾ ആർക്കാണ്? AKG സെന്ററിലേക്കാണോ അതോ SDPIയുടെ ആസ്ഥാനത്തേക്കാണോ? കേരളം ഇത് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. ചുവപ്പ് കൊടിയുടെ തണലിൽ പച്ചപ്പരവതാനി വിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു വെറും ആരോപണമല്ല, മലപ്പുറത്തെ മണ്ണിൽ വിരിഞ്ഞ കത്രികകളുടെ കഥയാണ്. ഒരേ ജില്ലയിൽ 3 ഇടതുപക്ഷ സ്വതന്ത്രർക്ക് ഒരേ ചിഹ്നം ലഭിക്കുന്നു. അതേ ചിഹ്നം തന്നെയാണ് തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ മുഖമെന്ന് പറയപ്പെടുന്ന SDPIയുടെ ഔദ്യോഗിക ചിഹ്നവും. എന്തൊരു യാദൃശ്ചികത അല്ലെ? ആകാശത്ത് നിന്നും കത്രിക മഴ പെയ്തതാകാൻ വഴിയൊന്നുമില്ല. അപ്പൊ പിന്നെ ഇത് ആരുടെ കൈവേലയാണ്? ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ VD സതീശനെ പോലെ എനിക്ക് തീവ്രവാദിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? വോട്ട് പെട്ടിയിൽ വീഴാൻ വർഗീയതയുമായി സന്ധി ചെയ്യുന്ന ഈ അടവ് നയം യഥാർത്ഥത്തിൽ മതേതരത്വമാണോ അതോ വെറും അധികാരമോഹമാണോ? സംശയമൊന്നുമില്ല അല്ലെ? ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ കത്രിക വെച്ച് മുറിക്കുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കെന്തായാലും നേരെ വിഷയത്തിലേക്ക് കടക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കായി ഒരു പിടി ചിഹ്നങ്ങൾ മാറ്റിവെക്കാറുണ്ട്. ആന, അലമാര, ഓട്ടോറിക്ഷ, ചക്ക, അങ്ങനെ നീളുന്നു ആ പട്ടിക. എന്നാൽ മലപ്പുറത്തെത്തിയപ്പോൾ കമ്മീഷന്റെ പെട്ടിയിൽ കത്രിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. നിലമ്പൂരിലെ U ഷറഫലി, മഞ്ചേരിയിലെ VM മുസ്തഫ, വേങ്ങരയിലെ സഭ കുണ്ടപുഴയ്ക്കൽ, ഇവർ 3 പേരും CPMന്റെ കണ്ണിലുണ്ണികളായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ഇവർക്ക് 3 പേർക്കും കിട്ടിയത് കത്രിക. ഇതേ സമയം ഇതേ ജില്ലയിൽ മത്സരിക്കുന്ന SDPI സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും കത്രിക തന്നെ. സഖാക്കളെ, ഇതിനെയാണ് രാഷ്ട്രീയ ഒത്തുചേരൽ എന്ന് പറയുന്നത്. വോട്ടർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത് എന്ന് കരുതിയാകണം 2 കൂട്ടരും ഒരേ ചിഹ്നം തന്നെ തിരഞ്ഞെടുത്തത്. SDPI വോട്ട് ചോദിക്കുമ്പോൾ വോട്ടർമാർക്ക് ചിഹ്നം മാറില്ല, സഖാക്കൾ വോട്ട് ചോദിക്കുമ്പോഴും ചിഹ്നം മാറില്ല. ഒരേ കുപ്പിയിലെ 2 ലേബലുകൾ എന്ന ഇതിനെ വിശേഷിപ്പിക്കാം. സ്വതന്ത്രർക്ക് അനുവദിക്കുന്ന ചിഹ്നമാണെന്ന് പറഞ്ഞ് കൈ കഴുകാനായി CPMന് എളുപ്പമാണ്. പക്ഷേ ഒരേ ജില്ലയിലെ 3 നിർണായക സീറ്റുകളിൽ ഈ കത്രിക ഐക്യം വന്നത് വെറും ഒരു യാദർച്ഛികതയാണെന്ന് വിശ്വസിക്കാൻ നമ്മളൊന്നും അത്ര മണ്ടന്മാരല്ല. ഇനി നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് പോകാം. എന്തും തുറന്നു പറയുന്ന, ആരെയും കൂസാത്ത പിണറായി വിജയൻ അല്ലേ? പക്ഷേ SDPIയുടെ പേര് കേട്ടാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് മൗനവ്രതമാണ്. കഴിഞ്ഞ ദിവസം തിരൂരിൽ നടന്ന വാർത്താ സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, SDPIയുടെ വോട്ട് LDFന് വേണോ? മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു? അദ്ദേഹം അത് പറയാൻ തയ്യാറായില്ല. വോട്ട് വേണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ നാവ് പൊങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ശിങ്കിടിയായ ശിവൻകുട്ടിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വോട്ടിന് ജാതിയോ മതമോ വർഗീയതയോ ഇല്ല, അത് പെട്ടിയിൽ വീണാൽ മാത്രം മതി. ഇതിനെയാണ് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഉച്ചകോടി എന്ന് വിളിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തറപ്പിച്ചു പറഞ്ഞു വർഗീയ സംഘടനകളുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന്. അതിനെ പുച്ഛിച്ചു തള്ളിയ CPM ഇപ്പോൾ അതേ വർഗീയ സംഘടനയുടെ തോളിൽ കൈയിട്ട് നടക്കുകയാണ്. എന്നാൽ ഇതേ VD സതീശൻ വർഗീയ സംഘടനയുടെ ഉറ്റതോടനായ മുസ്ലിം ലീഗിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അതേ വർഗീയ സംഘടനയുടെ തോളിൽ കൈയിട്ട് നടക്കുകയുമാണ്. പിണറായി വിജയന്റെ ഈ മൗനം SDPIക്ക് നൽകുന്ന പച്ചക്കൊടിയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാമെന്ന മൗന ഉടമ്പടി. മുഖ്യമന്ത്രിയുടെ മൗനത്തെ SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടേത് ശരിയായ നിലപാടാണെന്ന്. എന്തൊരു സ്നേഹം! തങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ UDFനെ തോൽപ്പിക്കാൻ തങ്ങൾ മത്സരിക്കാത്ത 103 സീറ്റുകളിലും LDFനെ സഹായിക്കാനാണ് ഇവരുടെ തീരുമാനം. അവിടെ മുസ്ലിം ലീഗ്, ഇവിടെ SDPI. എന്താണ് വ്യത്യാസം? ഇതിനെ ഇവർ വിളിക്കുന്നത് രാഷ്ട്രീയ മര്യാദ എന്നാണ്. BJPക്ക് ജയസാധ്യതയുള്ള ഇടങ്ങളിൽ CPMനെ സഹായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മതേതരത്വം എന്നാണ് ഇവരുടെ ചോദ്യം. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? BJPയെ പേടിപ്പിച്ച് മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയും അതിനായി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ഏതറ്റം വരെയും പോവുക. ഇത് ഭയത്തിന്റെ രാഷ്ട്രീയമാണ്. BJP വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകുന്ന ഈ ഏർപ്പാട് കേരളത്തെ എങ്ങോട്ടെത്തിക്കും? തിരുവനന്തപുരത്തെ നെയ്പം മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം. BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. അവിടെ V ശിവൻകുട്ടിക്ക് വേണ്ടി SDPI പരസ്യമായി രംഗത്തിറങ്ങുന്നു. CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാൻ SDPI പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ്. സഖാക്കളെ, നിങ്ങൾ പണ്ട് പ്രസംഗിച്ച മതേതര ബദലൊക്കെ ഇതാണോ? പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമെന്ന് ലോകം മുഴുവൻ വിളിക്കുന്ന ഈ ഒരു സംഘടനയുടെ സഹായത്തോടെ ജയിച്ചു വരാൻ ശിവൻകുട്ടിക്ക് നാണമോ ഉളുപ്പോ ഒന്നുമില്ലേ? വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടുക എന്ന ഈ CPM നയം ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണ്. അധികാരത്തിന് വേണ്ടി ആരുടെ മുന്നിലും മുട്ടിലിഴയുന്ന ഈ ശൈലി കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾക്ക് ചേർന്നതാണോ?
ഈ വിഷയം വെറുമൊരു കേരള തിരഞ്ഞെടുപ്പ് വിഷയമായി കാണരുത്. ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സുരക്ഷയും മതേതരത്വത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ BJPക്കെതിരെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നടക്കുന്ന CPM കേരളത്തിൽ വരുമ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകളെ കൂട്ടുപിടിക്കുന്നത് ഇരട്ടത്താപ്പാണ്. കേരളത്തിൽ മാത്രമല്ല, അവർ എവിടെ ചെന്നാലും എന്തിനു വേണ്ടിയും ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് മാത്രമാണ് അവർക്കുള്ളത്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് രാഷ്ട്രീയ മാന്യത നൽകുന്നത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്നത് വിനാശകാലെ വിപരീത ബുദ്ധി എന്നേ പറയാനുള്ളൂ. കേരളത്തിലെ ഈ കത്രിക മോഡൽ നാളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനും CPMനും മാത്രമായിരിക്കും. ഈ ആരോപണങ്ങൾ വരുമ്പോൾ CPM നേതാക്കൾ പറയുന്നത് ഇത് കനകോലു ക്യാപ്സ്യൂൾ ആണെന്നാണ്. അതായത് UDFന്റെ തന്ത്രജ്ഞൻ സുനിൽ കനകോലു ഉണ്ടാക്കിയ കള്ളക്കഥ എന്ന്. ഉളുപ്പുണ്ടോ? ഇവർ രണ്ടു കൂട്ടരും ഒന്ന് തന്നെയല്ലേ? സഖാക്കളെ, മലപ്പുറത്തെ സ്ഥാനാർത്ഥികൾക്ക് കത്രിക ചിഹ്നം കൊടുത്തത് കനകോലു ആണോ? മുഖ്യമന്ത്രിയോട് വോട്ട് വേണ്ടെന്ന് പറയേണ്ട എന്ന് ഉപദേശിച്ചതും കനകോലു ആണോ? കനകോലു അവിടെ VD സതീശനെ നല്ല രീതിക്ക് ഉപദേശിച്ച് ഉന്നതിയിൽ എത്തിക്കുന്നുണ്ട്. നേമത്ത് ശിവൻകുട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ SDPIക്കാരെ വിട്ടത് എന്തായാലും പിണറായി വിജയൻ ഒത്താശ തന്നെയാണെന്ന് നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. പണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതേ SDPI UDFനെ സഹായിച്ചിരുന്നു. അന്നവരെ വർഗീയവാദികൾ എന്ന് വിളിക്കാൻ CPMന് 100 നാവായിരുന്നേ. ഇന്നവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായത് എങ്ങനെയാണ്? ഈ ഇരട്ടത്താപ്പാണ് കേരളം ചർച്ച ചെയ്യുന്നത്. പ്രീണന രാഷ്ട്രീയം ഒരു കടുവ സവാരി പോലെയാണ്. പുറത്തിരിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും, പക്ഷേ ഇറങ്ങാൻ നോക്കിയാൽ കടുവ നമ്മളെ തിന്നും. CPM ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. താൽക്കാലിക ലാഭത്തിന് വേണ്ടി തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണച്ചതിന്റെ പേരിൽ കോൺഗ്രസ് പ്രതിനിധികൾ രാജിവെച്ച ചരിത്രമുണ്ട്. അതൊരു സീറ്റ് കിട്ടാത്തതിന്റെ നിലപാടായിരുന്നു. എന്നാൽ CPMന് അങ്ങനെയൊന്നുമില്ല. അവർക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി അവർ ഇതിലും അപ്പുറം ചെയ്യും. അവർക്ക് അധികാരം നിലനിർത്താൻ ഏത് സാധാരണമായും കൈകോർക്കാം. 11 ജില്ലകളിലായി 36 സീറ്റുകളിൽ SDPI മത്സരിക്കുന്നുണ്ട്. ബാക്കി സീറ്റുകളിൽ അവർ ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ഇത് താഴെത്തട്ടിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ മതേതര മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അല്ലാത്തവർ ഇവർക്ക് വോട്ട് ചെയ്യും. കത്രിക കൊണ്ട് നിങ്ങൾ മുറിക്കുന്നത് UDFന്റെ വേരുകളല്ല, BJPയുടെ വേരുകളുമല്ല, മറിച്ച് കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഈ പ്രീണന നാടകം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ തിരിച്ചടിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മതേതരത്വം എന്നത് പ്രസംഗിക്കാനുള്ളതല്ല, അത് പ്രവർത്തിക്കാനുള്ളതാണ്. വർഗീയതയുടെ കത്രിക കൊണ്ട് കേരളത്തെ മുറിക്കാൻ നോക്കുന്നവർക്ക് കാലം മറുപടി നൽകും. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എന്തായാലും UDF LDFന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ വർഗീയത വളർത്തുന്നതിൽ UDFനും LDFനും നല്ല തുല്യ പങ്കാളിത്തമാണുള്ളത്. അത് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമുക്ക് അത് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗും ജമാഅത്തെയും SDPIയും UDFും LDFും കൂടി കൈകോർത്തുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. ഇപ്പോഴും ഇതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, തല വെയിൽ കൊള്ളിക്കല്ലേ എന്ന്. എന്തായാലും BJP ഇത്തവണയെങ്കിലും കേരളം പിടിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. കാരണം എങ്കിലേ കേരളം നന്നാകൂ, എങ്കിലേ മാറാത്തത് മാറുകയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.